ഭൗതിക സൗകര്യങ്ങൾ കൂടുതൽ സജ്ജീകരിക്കാനുള്ള തത്രപ്പാടുകളാണ് എല്ലാ നാടുകളിലും എല്ലാ ഗ്രാമങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വീട് വേണം, ആ വീട്ടിൽ കിടക്കാൻ ഉറങ്ങാൻ നല്ല കട്ടിൽ വേണം, ഭക്ഷണം ഉണ്ടാക്കാൻ അത് വിളമ്പി തിന്നാൻ നല്ല കിച്ചണും ഡൈനിങ് ഹാളും വേണം, ടോയ്ലറ്റുകൾ ഏതായാലും വേണം. ഇതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ആ വീടുകളിൽ താമസിക്കുന്ന കുട്ടികളുടെ മനസ്സ് വളരാൻ ആവശ്യമായ കാര്യങ്ങൾ തയ്യാറാക്കുന്നതിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് വളരെ ദുഃഖകരമായ ഒരു ഘടകമാണ്. മനസ്സ് നന്നാകുമ്പോൾ മാത്രമാണ് ലഹരിയിൽ പെടാതെ മനുഷ്യൻ രക്ഷപ്പെടുക. മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോയാൽ, മനസ്സിന് ആവശ്യമായ ശക്തി നൽകാതെ പോയാൽ അവസാനം ബാലൻസ് തെറ്റുകയും ലഹരിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നാം കാണുന്ന ലഹരി വസ്തുക്കളുടെ വേലിയേറ്റം. ഗവൺമെൻറ് ഒരു ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ച് സജീവമായി അത് മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിലും നമ്മെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഞാൻ നേരത്തെ ഉണർത്തിയ കാര്യം. ഭൗതികമായ സൗകര്യങ്ങൾ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒരുക്കി കൊടുക്കാൻ എത്ര ക്യാഷാണ് ഓരോ രക്ഷിതാവും ഇന്ന് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം നൽകുമ്പോഴും ഒരു നല്ല മനസ്സ്, സൽ സ്വഭാവം, മറ്റുള്ളവരെ ആദരിക്കണമെന്ന ചിന്ത അത് കുട്ടികളിൽ വളരുന്നില്ല. അത് വെറുതെ വളരുകയില്ല. അത് കൂടുതൽ ക്യാഷ് മുടക്കിക്കൊണ്ടല്ല അതുണ്ടാക്കേണ്ടത്. മറിച്ച് നല്ല മാതൃകകൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. നല്ല വ്യക്തികളെ വീട്ടിലേക്ക് ക്ഷണിക്കണം. ഓരോ വീട്ടിലും വലിയ മഹാന്മാരായ ആളുകളുടെ ഗുണങ്ങൾ പാടണം, പറയണം. അപ്പോൾ കുട്ടികൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന ഒരു മനസ്സ് കുട്ടികളിൽ രൂപപ്പെടുകയും ചെയ്യും. അതുണ്ടാകുമ്പോൾ ആ വലിയ ആളുകളുടെ മാതൃക പിന്തുടരാൻ താല്പര്യം ജനിക്കും. അങ്ങനെ മഹാന്മാരുടെ വഴി പിന്തുടരുന്ന ഒരു മാനസികാവസ്ഥ ആ വീട്ടിലുള്ള ഓരോരുത്തർക്കും രൂപപ്പെട്ടു വന്നാൽ പിന്നെ അവർ ലഹരി ഉപയോഗിക്കേണ്ടി വരില്ല. അവർ പുസ്തകങ്ങളിൽ പഠിച്ച, അവർ കണ്ടും കേട്ടും മനസ്സിലാക്കിയ വലിയ ആളുകളുടെ മാതൃകയാണ് അവർ പിൻപറ്റുക. അതിനാവശ്യമായ കളമൊരുക്കാനാണ് ഈ സഫർ കഴിഞ്ഞാൽ വരുന്ന റബീഉൽ അവ്വൽ നാം തയ്യാറാക്കേണ്ടത്. റബീഉൽ അവ്വലിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ മനുഷ്യനെ സംബന്ധിച്ച് കുട്ടികൾ കേൾക്കുകയാണ്. അവരുടെ മഹത്വം പഠിക്കാൻ വേണ്ടി സദസ്സുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടും കിടക്കാനുള്ള കട്ടിലും ഭക്ഷണം തയ്യാറാക്കാനുള്ള കിച്ചണും ടോയ്ലറ്റും അതൊക്കെ നമുക്ക് ഉപകാരപ്പെടും. മാനസികമായ വളർച്ച ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ കട്ടിലുകൾ ഉറങ്ങാൻ പരിശീലിപ്പിക്കുന്ന ഒരു വസ്തുവായി രൂപപ്പെടും. കുറേ ഉറങ്ങും, കുറേ ഭക്ഷണം കഴിക്കും, ടോയ്ലറ്റിൽ പോകും. അങ്ങനെ ജീവിതം ഭൗതികമായി വളരും എന്ന് നാം വിശ്വസിക്കുമ്പോൾ തന്നെ തളരുകയും അങ്ങനെ ആ ജീവിതം ആർക്കും വേണ്ടാത്ത രൂപത്തിൽ നശിച്ചു പോവുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഒരേ ഒരു വഴി നല്ല ആളുകളുടെ നന്മകൾ എടുത്തു പറയുന്ന സദസ്സുകൾ ഉണ്ടാക്കലാണ്. വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യലാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.